അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെ ഇന്ത്യയിൽ നിന്നിട്ട് എങ്ങനെ സ്റ്റീം വിത്തൗട്ട് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാണ്ട് എങ്ങനെ സ്റ്റീമിൽ നിന്ന് GTA 5 ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ വീഡിയോയിലോട്ട് കാണിച്ചു തരാൻ പോണത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ GTA 5 ഞാൻ ഓൾറെഡി GTA 5 ഞാൻ ഇവിടെ ഡൗൺലോഡ് എന്താ പറയുക ഈ മെത്തേഡിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിനോട് ഇങ്ങനെ എന്താ പറയുക എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ. എന്താ പറയുക GTA 5 ഡൗൺലോഡും ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റോറിലേക്ക് ചെല്ലുക, അതിൻ്റെ ഫീച്ചേർഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം സ്റ്റീം ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ആഡ് ഫണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ കാണിച്ചിരിക്കും. അപ്പം നമ്മളിവിടെ ഫൈൻഡ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഒരു ഏഷ്യ സെർവർ അവിടെ കിട്ടും. അവിടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇന്ത്യ. അപ്പം ഇവിടെ ചെന്നിട്ട് നമുക്ക് ഈ ആമസോണിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം ഇതേപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് 1% ഓഫ് ഗെയിം പർച്ചേസ് 1000 രൂപേൻ്റെ കോഡിന് നമുക്കിവിടെ എനിക്ക് തോന്നുന്നില്ല ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന്. അപ്പം 1000 രൂപേൻ്റെ കോഡിന് വേണ്ടി നമ്മൾ ഏകദേശം 1160 RSോളം കൊടുക്കണം. അപ്പം ഇതിന് പകരം എനിക്ക് തോന്നുന്നില്ല അത് അത്രയും കൊടുത്തിട്ട് നമ്മൾ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ബാക്ക് വന്നിട്ട് ഡിജി സ്റ്റോർ അല്ലെങ്കിൽ ഗെയിമേഴ്സ് ഗിഫ്റ്റ് ഇതിലേതെങ്കിലും രണ്ടെണ്ണം. ഡിജി സ്റ്റോർ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്ത ഡിജി സ്റ്റോർ വഴിയാണ്. ഓക്കെ, ഡിജി സ്റ്റോർ ഇങ്ങോട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ എക്സ്റ്റേണൽ അവിടെ നിന്ന് ഡിജി സ്റ്റോറിൽ ഞാനിപ്പോൾ 1000 രൂപേൻ്റെ ഒരു വൗച്ചറാണ് എടുത്തത്. അത് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തു. അപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന് പിന്നെ തന്നെ ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇതെല്ലാം കൊടുക്കുക. ഞാനിവിടെ ലോഗിനാണ് ചെയ്യുന്നത്. എൻ്റെ ഞാൻ ഓഫാക്കിയിട്ട് വരാം. ഇപ്പം ഞാൻ ഇത് അടിച്ചിട്ട് വരാം. വെയിറ്റ് ആക്കണേ. ഓക്കെ നമ്മൾ ലോഗിൻ അടിച്ചിട്ടുണ്ട്. ഞാനതാ എൻ്റെ അക്കൗണ്ട് ലോഗിൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുമ്പം വ്യൂ കാർട്ടിൽ എനിക്ക് ഇത് കൺഫേം ആക്കുക. ചില സമയത്ത് ക്വാണ്ടിറ്റി രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും. അതൊന്ന് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ എങ്ങനെയാണോ സാധനം പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ. അപ്പം ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞ് പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ ഇവിടെ ബില്ലിംഗ് സ്റ്റേറ്റ് റിക്വയർഡ്. അപ്പം സ്റ്റേറ്റ് ഞാനിവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ബില്ലിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പം ബില്ലിംഗ് സ്റ്റേറ്റ് ഇവിടെ കൊടുക്കുക. അപ്പം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുക്കുമ്പം ഇതേപോലെ ഇങ്ങനെ വരും. അപ്പം എനിക്കിപ്പം വേണമെന്നില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ QR സ്കാൻ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, പർച്ചേസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അവിടെ തന്നെ ഈ ഒരു പേജിൽ തന്നെ ഇരിക്കുക. അപ്പം നമ്മൾ നേരെ റീഡയറക്റ്റ് ചെയ്തിട്ട് എന്താ പറയുക നമ്മുടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറി ഇല്ല, അതിൻ്റെ റീഡയറക്റ്റ് ചെയ്യും. ഇപ്പം കണ്ടോ, ഇപ്പം ഞാൻ പെൻഡിങ് പേയ്മെൻറ്റ് ഇവിടെ പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പേയ്മെൻറ്റ് ഇതാവും. അതിന് പകരം ഞാൻ പേ കൊടുക്കുന്നില്ല, ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് അതിനുള്ള ഫണ്ടും ഇല്ല. അപ്പം ഇത് കോഡ് ഡെലിവറി ഉണ്ടോ ഇത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇവിടെ മിക്കവാറും ഇൻ പ്രോസസ്സസ് അങ്ങനെ ആയിരിക്കും കാണിക്കുക. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് ഓർഡേഴ്സ് ഇത് തന്നെ ഓർഡേഴ്സ് ചെന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ കോഡ് ഡെലിവറി എന്ന് കാണിക്കും. അപ്പോൾ ഇത് ഇൻവോയ്സ് ആണ്, ബില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ വ്യൂ കൊടുക്കുമ്പം എനിക്കിവിടെ ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. അത് നേരെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക,
നേരെ ഇവിടെ ചെല്ലുക, സ്റ്റോറിൽ ചെല്ലുക, ഫീച്ചേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ചെല്ലുക. എന്നിട്ട് ഇവിടെ ഗീവ്, പിന്നെ ഇവിടെ റെഡീമേ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അത് അവിടെ ഈ ഒരു കോഡ് ഇതാക്കുക. ഇപ്പം ഇതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഈ ഒരു കോഡ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഓൾറെഡി കോഡ് യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഹോമിൽ ചെല്ലണമെന്നില്ല, GTA 5 അടിച്ചു കൊടുക്കുക. GTA 5 GTA 4 ആയിപ്പോയി, GTA 5 ഇതാണ് ഞാനിപ്പോൾ ഇപ്പം കറൻ്റ്ലി ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു, പ്രീമിയം എഡിഷനാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത്. അപ്പം ഇതിങ്ങനെ കൊടുത്തിട്ട് എല്ലാം കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കുക. ഇതെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് സാധാരണ ആമസോണിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു അതേപോലെ പർച്ചേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ലൈബ്രറിയിൽ വരിക, അതിൻ്റെ കളക്ഷൻസ് അല്ലെങ്കിൽ ഡൗൺലോഡ്സ്. കളക്ഷൻസ് ചെയ്യുന്നപ്പോൾ GTA 5 GTA 5 ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിക്ക് തന്നെ നെറ്റ് ഷോ. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അതാ എന്താ പറയുക, നെറ്റ് ഷോക്ക് അല്ല, 100 MB അടുത്ത് കിട്ടുന്നുണ്ട് എനിക്ക്. 2 മണിക്കൂർ സംതിങ് കിട്ടുന്നുണ്ട്, 100 സംതിങ് GB എൻ്റെ ഫയലുകൾ കിടപ്പുണ്ട്. അപ്പം ഇത്രയാണ്. ഇപ്പം വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അധികം പേരൊന്നും അങ്ങനെ മലയാളത്തിൽ ഇത് ചെയ്തിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാന്ന് വെച്ചത്. അപ്പം കുറേ പേര് വെറുതെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച് കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പം ഡെബിറ്റ് കാർഡ് വേണം, അതുകൊണ്ടാണ് ഗെയിം പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതെന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് ഒരു യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇത് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പം മിക്കവാറും കുറച്ച് വോയിസൊക്കെ കുറച്ച് എന്താ പറയുക, ഒരുമാതിരി ആയിരിക്കും. ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടുന്നത്. ഞാൻ സാധാരണ ഒരു വീഡിയോ ക്ലിപ്പെല്ലാം എടുത്തിട്ട് മറ്റേ AI ഇതിൻ്റെ സഹായത്തോടെ ഞാനൊരു വോയിസ് ഓവർ ചെയ്യലാണ് പതിവ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ഓൺ വോയിസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പം സെറ്റ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പം അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.